ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലുള്ള ദിവസം. പ്രത്യേകിച്ച് കുട്ടികൾ. ഇവർ വീട്ടിലിരിക്കുമ്പം തന്നെ നമ്മൾ അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അമ്മ ഇന്ന് എന്താണ് കഴിക്കാനുള്ളത്, അല്ല ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഈ ഒരു ചോദ്യം ഫേസ് ചെയ്യാത്ത അമ്മമാരില്ല. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റവുമായിട്ടാണ്. ഇതിൻ്റെ പേര് നാൻ ഖട്ടായി. നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും പരിചയം കാണും ഈ ഐറ്റം. പക്ഷെ നമുക്കിത് സ്വീറ്റ് ആണെങ്കിലും കുറച്ച് മധുരം കുറച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. വൈകാതെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായി തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു 100 ഗ്രാം ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം മൈദയ്ക്ക് പകരം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാൻ ഇതിൽ മൈദയും വീറ്റും ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. മൈദയാകുമ്പോൾ കുറച്ചുകൂടെ വൈറ്റിഷ് കളറായിട്ട് ഇരിക്കുമെന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ ഗോതമ്പ് തന്നെയായിരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത്. ഒരു 1/2 ടീസ്പൂണിൽ നിന്ന് കുറച്ച് കുറവ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മൊത്തത്തിൽ അങ്ങ് നിറയ്ക്കേണ്ട, കുറച്ച് കുറവായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഇതിനെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ആ പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്ക് പോലെ ഒരുപാട് പ്രാവശ്യം അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എടുക്കുന്നത് ഒരു 40 ഗ്രാം ഷുഗറാണ്. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. 40 ഗ്രാം എന്ന് പറയുമ്പം കഷ്ടിച്ചൊരു 1/4 കപ്പ് അത്രയും മതിയാവും. അല്ലെങ്കിൽ മധുരം അങ്ങോട്ട് കൂടി, നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരുപാട് മധുരമല്ലേ, പക്ഷെ നമ്മുടെ നാൻ ഖട്ടായി അത്രയും മധുരമായിട്ട് തോന്നില്ല. അതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിനകത്തെ കുരു മാത്രം എടുത്താൽ മതി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഈ പഞ്ചസാരയുടെ ഈ ഏലക്ക ഇട്ട് പൊടിക്കുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച ഈ പഞ്ചസാര ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹാൻഡ് മിക്സർ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് ഓവൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഗീ ആണ്, നെയ്യ്. ഇതൊരു 60 ഗ്രാം നെയ്യാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ്. ഞാനിവിടെ ഈ കപ്പളവ് കൂടെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വെയിങ് സ്കെയിൽ ഇല്ലാത്തവർ കൂടെ ഇത് ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ കപ്പളവ് കൂടെ പറയുന്നത്. ആക്ച്വലി ഇതെല്ലാം ഗ്രാം അളവ് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഇതിനെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇത് കുഴച്ച് കഴിയാറാകുമ്പോഴേ കുറച്ച് മയം വല്ലതും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ട് അങ്ങ് കുഴച്ച് കൊടുത്താൽ മതിയാവും. ഒരുപാട് പൊടിയൊന്നും ഇടരുത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വല്ലതും വന്നിട്ട് നിങ്ങളൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. കുഴച്ച ഉടൻ തന്നെ നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ റെസ്റ്റിനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ ഇങ്ങനെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ ഉള്ള വലിപ്പത്തിന് തന്നെ എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. ഞാനിപ്പോൾ ഈ ഒരു സൈസിനാണ് ഇപ്പം ഞാനിത് എടുക്കുന്നത്. എന്നിട്ട് അതിനെ അപ്പം തന്നെ ബേക്കിംഗ് ട്രേയിലോട്ട് നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 11 എണ്ണമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന ബോളിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഇനിയും 10 മിനിറ്റ്സ് പ്രീ ഹീറ്റായി കിടക്കുന്ന ബേക്കിംഗ് ഓവനിലേക്ക് നമുക്കിതിനെ മാറ്റാം. പ്രീ ഹീറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയിലും നമ്മൾ ബേക്ക് ചെയ്യുന്നത് 160 ഡിഗ്രി ഒരു 15 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം എടുത്തത്. കുക്കീസ് എല്ലാം ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ബേക്കായി വന്നപ്പോൾ തന്നെയുള്ള സ്മെല്ല് ഒരു രക്ഷയില്ല. അപ്പം തന്നെ ഇത് നമുക്ക് കഴിക്കാൻ തോന്നും. ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളത് കഴിച്ചു നോക്കിയെങ്കിലേ അറിയുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇത് അപ്പം തന്നെ തിന്ന് തീർക്കും. കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.